ഇനി ഉച്ചഭക്ഷണത്തിനായിട്ട് കുട്ടികൾ കഴിക്കുന്നുണ്ട്. അപ്പൊ അതിന് കൂടുതലൊന്നും പറയുന്നില്ല, നന്ദിയിലേക്ക് കടക്കുകയാണ്. അതിനു മുന്നേ ഈ രക്ഷിതാക്കൾ ഇരിക്കുന്ന വേദി എന്നുള്ള നിലയിൽ ഒന്ന് രണ്ട് വാക്ക് പറയാം. നമ്മുടെ ഈ സ്കൂളിന്റെ ഈ അധ്യയന വർഷത്തെ അഭിമാന താരങ്ങളാണ്. ഒന്ന്, ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് ഫസ്റ്റ് റാങ്ക് നേടിയ അരുണിമ, പിന്നെ SLCക്ക് ഫുൾ A+ വാങ്ങിയ ആയിഷ, +2-ന് 1291 മാർക്ക് നേടിയ ആവണി KP ഫുൾ A+, പിന്നെ നമ്മുടെ തൊട്ടടുത്ത് കടയിലെ മോളകുട്ടി നിത NIT-യിൽ അഡ്മിഷൻ നേടിയിരിക്കുകയാണ്. അതോടൊപ്പം ഇത്രയും കുട്ടികൾ നമ്മുടെ സ്കൂളിന്റെ അഭിമാന താരങ്ങളാണ്. അതുപോലെ ഈ വർഷത്തെ അതുപോലെ പിന്നെ നമ്മുടെ PSC ലിസ്റ്റിൽ ജോയിൻ ചെയ്ത അപർണയുണ്ട്. അപ്പൊ നമ്മുടെ സ്കൂളിൽ പഠിച്ച കുട്ടികൾ മൊത്തം മോശക്കാരല്ല, നമ്മുടെ സ്കൂളിന് അഭിമാനമാനോടെ പറ്റുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ നമുക്കുണ്ട് എന്നുള്ള സാക്ഷ്യപ്പെടുത്തലുകളാണ് ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ ഉന്നമനം എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ ഈ അഭിമാന താരങ്ങളായിട്ട് പൂർവ്വ വിദ്യാർത്ഥികൾ എത്തപ്പെടുന്ന പോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഓരോ ബാച്ചിൽ പഠിച്ചു പോയിട്ടുണ്ട്. പക്ഷേ എല്ലാ കുട്ടികളും അത്തരത്തിലേക്ക് എത്തിപ്പെടാത്തത് പഠനത്തിന് ശേഷം അല്ലെ സ്കൂൾ കാലഘട്ടത്തിന് ശേഷം അല്ലെ സ്കൂളിന്റെ തുടർന്നുള്ള പഠനത്തിന് കുട്ടികൾക്ക് കിട്ടുന്ന സാഹചര്യം തന്നെയാണ്. അപ്പൊ നല്ല കുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പഠനാന്തരീക്ഷം രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ഒരുക്കേണ്ടതാണ്. മെന്റർ എന്നുള്ള രീതിയിൽ ടീച്ചർ കൂടെ തന്നെ എല്ലാ കുട്ടികളോടൊപ്പം ഉണ്ട്. അപ്പൊ കുട്ടികൾക്ക് ആവശ്യങ്ങൾ ഇപ്പൊ മീഡിയത്തിന്റെ കാര്യത്തിൽ മലയാളം മീഡിയം വേണ്ട ഇംഗ്ലീഷ് മീഡിയം വേണം എന്നുള്ള രീതിയിൽ രക്ഷിതാക്കളെ സാധ്യം പിടിക്കുമ്പോഴും കുട്ടിയുടെ ഇംഗ്ലീഷ് മീഡിയം ആയിക്കോട്ടെ, പക്ഷെ കുട്ടിയുടെ ആ ഒരു സ്വാതന്ത്ര്യങ്ങൾ എന്തായാലും ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാണ്ട് കുട്ടീനെ നിർബന്ധിച്ചുകൊണ്ട് ഒരു മീഡിയത്തിലേക്കും തള്ളിവിടാൻ പാടില്ല. ഈ മലയാളം മീഡിയം പഠിച്ച കുട്ടി തന്നെ SLC കഴിയുമ്പോൾ 2 മീഡിയത്തിലും ഉന്നത മേഖലയിലൊക്കെ ഒരുപാട് തെളിവുകളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും കുട്ടിക്ക് അതിന്റെ പ്രധാന താല്പര്യം കുട്ടിയുടെ പ്രധാന താല്പര്യം നിങ്ങളെ ആലോചിക്കേണ്ടതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്കിപ്പോ ഇവിടെ ഒരു സമൂഹ പശ്ചാത്തലം അറിയാം. ഞാൻ വേഗം നിർത്താൻ 2 മിനിറ്റേ പറയുന്നുള്ളൂ, രക്ഷകളെ അറിയേണ്ടതുകൊണ്ട് പറയുന്നതാണ്. 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോഴത്തെ സമൂഹം എന്ന് പറയുന്നത് രക്ഷിതാക്കൾക്ക് അധ്യാപകർക്ക് രക്ഷിതാക്കളെ പേടിയാണ്. നിങ്ങൾ കുറച്ച് എങ്ങനെ മനസ്സിലാവും? അധ്യാപകർക്ക് രക്ഷിതാക്കളെ പേടിയാണ്, രക്ഷിതാക്കൾ ചില കുട്ടികളെ പേടിയാണ്, അവരവരുടെ കുട്ടികളെ പേടിയാണ്. കുട്ടികൾക്കാണെങ്കിൽ ആരും പേടിയില്ല, അവരിങ്ങനെ വിഹരിക്കുന്ന എല്ലാ കുട്ടികളെയും ഞാൻ ഉദ്ദേശിച്ച് സമൂഹത്തിൽ ചില മേഖലയിൽ ഇപ്പൊ പലരും വീട്ടിലെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, അങ്ങനെ പറഞ്ഞ വിഷയങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു അധ്യാപകർക്ക് രക്ഷിതാക്കളെ പേടിയില്ല, എല്ലാം മൊത്തമായിട്ടുള്ള ഞാൻ ചെറിയൊരു കാര്യമാണ് പറയുന്നത്. രക്ഷിതാക്കൾക്ക് കുട്ടികളെ പേടിയില്ല, കുട്ടിക്ക് ആരും പേടിയില്ല. ഇത്തരത്തിലാണ് ഇങ്ങിപ്പം പോകുന്നത്. അപ്പൊ അത് നിങ്ങൾ വീട്ടിൽ സമ്മതിച്ചുകൂടാ. നമുക്ക് പരിസ്ഥിതി പട്ടത്തിലേക്ക് അതേ അറിയാം. പരുന്ന് പറക്കുന്ന മുകളിലേക്ക് അതിന്റെ കൂടെ പട്ടം പറക്കുന്നത്. അപ്പൊ മുകളിലെത്താനാകുമ്പോ പട്ടം പറയുന്ന എന്നെ ആരോ താഴേന്ന് കഴിക്കുന്നുണ്ട്, നീ ഒന്നാ ചരട്ടൊന്ന് മുറിച്ചാട്ടെ എന്ന് പറയുന്നത്. അപ്പൊ ചരട് മുറിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ പറഞ്ഞ പട്ടം മൂപ്പത്തി താഴെ ഉള്ളൂ അല്ലെ? ഈ പരിസ്ഥിതിയോടൊപ്പം പട്ടത്തിന് പറക്കാൻ പറ്റുന്നത് താഴേക്ക് പട്ടത്തിന് ഒരാൾ വലിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ വലിവ് അതാണ് നമ്മുടെ കുട്ടീനെ എപ്പോഴും നിങ്ങൾ എത്ര കുട്ടിയെ ഞാൻ പറഞ്ഞ് അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാലോ, ഒരു കുട്ടി മുതിർന്ന 18 വയസ്സാകുന്നവരെ നമ്മളൊക്കെ ഒരു പിടുത്തം വേണം. എന്ത് ചെയ്താലോ, പഠനകാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലോ ഈ നമ്മൾ പിടിക്കുന്നത് പട്ടത്തിനെ ഉയർത്താൻ. അതുപോലെ രക്ഷിതാവ് കുട്ടീനെ പിടിക്കുന്നത് ഒരു താങ്ങ് അവരെ സ്വാതന്ത്ര്യം മേടിച്ചോളൊന്നുമല്ല. നമ്മുടെ ശ്രദ്ധ എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. ഉപയോഗത്തിലായാലും പഠനത്തിലായാലും എല്ലാ കാര്യത്തിലും പഠനത്തിനും കുട്ടിയോടൊപ്പം കൊന്ന് അല്ലാണ്ട് അവരവന്റെ വഴിക്ക് ചെയ്തോട്ടെ എന്ന് ഒരിക്കലും വിടാൻ പാടില്ല. കുട്ടി സ്വയം പ്രായപൂർത്തിയാകുന്ന വരെ നിങ്ങൾ ഒന്നിച്ച് തന്നെ വേണം. എന്റെ കൂടെ എന്റെ അമ്മയുണ്ട്, എന്റെ അച്ഛനുണ്ട്, എന്റെ കുടുംബമുണ്ട് എന്ന ധാരണ കുട്ടിക്ക് ഉണ്ടാവില്ല. നമ്മുടെ ശ്രദ്ധ എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. ഉപയോഗത്തിലായാലും പഠനത്തിലായാലും എല്ലാ കാര്യത്തിലും പഠനത്തിനും കുട്ടിയോടൊപ്പം കൊന്ന് അല്ലാണ്ട് അവരവന്റെ വഴിക്ക് ചെയ്തോട്ടെ എന്ന് ഒരിക്കലും വിടാൻ പാടില്ല. കുട്ടി സ്വയം പ്രായപൂർത്തിയാകുന്ന വരെ നിങ്ങൾ ഒന്നിച്ച് തന്നെ വേണം. എന്റെ കൂടെ എന്റെ അമ്മയുണ്ട്, എന്റെ അച്ഛനുണ്ട്, എന്റെ കുടുംബമുണ്ട് എന്ന ധാരണ കുട്ടിക്ക് ഉണ്ടാവണം. അപ്പൊ ഈ പട്ടം കഥ ഞാൻ എന്തിനാണ് ഇവിടെ സൂചിപ്പിച്ചത്? ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദിയിലേക്ക് കടക്കാം. അത് പ്രശസ്തനായ നമ്മളെ ബൾബാരാനെ കുറിച്ച മക്കളെ നന്ദ ബൾബാരാനെ കുറിച്ച് വൈദ്യുതി നമ്മളിപ്പോ CSI ബൾബിനെ കേൾപ്പില്ല. എന്നാ കണ്ടുപിടിച്ചത് എഡിസൺ ആണ്, തോമസ് ആൽവ എഡിസൺ, ശാസ്ത്രജ്ഞനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. നിങ്ങൾ ചിലപ്പോ അത് രക്ഷിതാക്കൾക്ക് ഒരു പാഠമാവാം, ഒന്ന് ശ്രദ്ധിക്കുക. എഡിസൺ ചെറുതായിരിക്കുമ്പോ പഠനത്തിന് മിടുക്കനായിരുന്നില്ല, പക്ഷെ ശാസ്ത്രജ്ഞനായി. നിങ്ങൾ ആലോചിച്ചോളണം. അപ്പൊ പഠനത്തിന് മിടുക്കനല്ലായിരുന്നു എഡിസന്. ഒരു ദിവസം പിന്നെ സ്കൂളിൽ നിന്ന് ക്ലാസ് ടീച്ചർ ഒരു കത്ത് കൊടുത്തിരുന്നു. ഒരു കത്ത് കൊടുത്തോട്ട്
കയ്യിൽ തന്നെ കൊണ്ടുകൊടുക്കണം എന്ന്. എഡിസൺ സൂക്ഷ്മതയോടുകൂടി അമ്മയുടെ കയ്യിൽ കത്ത് കൊണ്ടുകൊടുത്തു. അപ്പൊ കുട്ടീനെ കാണിച്ചാൽ എന്താ ഉണ്ടാവുക? പിന്നെ ഞാൻ ടീച്ചറയിൽ എഴുതിയിട്ടുണ്ടാവുക അല്ലെ? അമ്മ കത്ത് തുറന്നു നോക്കി, അമ്മയുടെ മുഖം ആകെ വേറെയൊക്കെ എഡിസൺ കാണുന്നുണ്ട്. എന്നാല് അമ്മ ആ തുറന്ന കത്ത് കൂട്ടിക്കൊണ്ട് കുട്ടിയോട് പറയുകയാണ്. കുട്ടി ചോദിക്കുന്നുണ്ട്, അമ്മ അതിനാണ് എന്റെ ക്ലാസ് ടീച്ചർ എഴുതിയെ. അപ്പൊ അമ്മ പറയുന്നതാണ്, നിങ്ങളുടെ കുട്ടി അത്രയും ബുദ്ധിമാനായ കുട്ടിയാണ്, അതിബുദ്ധിമാനായ കുട്ടിയാണ്. നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കേണ്ട സൗകര്യമോ നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കേണ്ട അധ്യാപകരോ നമ്മളെ സ്കൂളിലില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കുട്ടീനെ നാളെ മുതൽ സ്കൂളിൽ പറഞ്ഞേക്കില്ല, നിങ്ങൾ വീട്ടിലിരുന്ന് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഇപ്പൊ കത്ത് ചുരുട്ടി വെച്ചു. കുട്ടി ആ ടീച്ചർ എന്നെ വിളിച്ച് അത് പറഞ്ഞ് അതാണ് പറഞ്ഞത് കുട്ടി അറിയില്ല. അപ്പൊ അത് കുറെ കാലം കഴിഞ്ഞു. അമ്മ മരണപ്പെട്ടു. എഡിസൺ വലിയ ശാസ്ത്രജ്ഞ വലിയതായി മാറി, ആഗോളതലത്തിൽ ഉയർന്നു. അപ്പൊ അതിനുശേഷം അലമാരിയുടെ വൃത്തിയാക്കുന്ന സമയത്ത് ഒരു ചുരുട്ട കടലാസ് കിട്ടി ഫോട്ടോന്റെ അടിയിൽ. അപ്പൊ അതെടുത്ത് നോക്കുമ്പോ എഡിസൺ മനസ്സിലായി, അന്ന് എന്റെ ക്ലാസ് ടീച്ചർ കൊടുത്തു കിട്ടിയല്ലേ. അപ്പൊ എഡിസൺ അതിനെ വായിച്ചപ്പോ എഡിസന്റെ കണ്ണുനീർ തുളുമ്പാൻ തുടങ്ങി. എന്നാൽ അതിന് എഴുതിയെന്നറിയാം, ക്ലാസ് ടീച്ചർ എഴുതിയത്. പക്ഷെ ഇങ്ങനെ ഇപ്പൊ അങ്ങനത്തെ ടീച്ചർമാരില്ല, കാരണം നമുക്ക് അത്രക്കും പറ്റൂലെങ്കിലും അങ്ങനെ പറയും. അപ്പൊ ടീച്ചർ എഴുതിയത്, നിങ്ങളുടെ കുട്ടി ഒന്നും തിരിയാത്ത പിന്നെ മന്ന കുട്ടിയാണെന്ന രീതിയിൽ പറയില്ല, നമ്മള് അത്രക്കും ഒന്നും തിരിയാത്ത ഒരു കുട്ടിയാണ്. അതുകൊണ്ട് നാളെ പോയി നിങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കണ്ട, ഓനെ പഠിപ്പിക്കണ്ട, ഒന്നും അത്തരത്തിൽ എഴുതി കുട്ടീനെ മോശപ്പെടുത്തിക്കൊണ്ട്. പക്ഷെ അമ്മ വായിച്ചതോ? അന്ന് അമ്മ അങ്ങനെയാണ് വായിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും എഡിസൺ ആവുമായിരുന്നില്ല. അമ്മയുടെ ആ ഒരു പ്രശംസ അല്ലെ പ്രോത്സാഹനം അല്ലെ ആ കുട്ടീന്റെ അതിലേക്ക് എനിക്ക് ഉണ്ട് കഴിവടിയോ ഉണ്ട് എന്നുള്ള ആ തോന്നലാണ് എഡിസൺ ആക്കി മാറ്റിയത്. അപ്പൊ നിങ്ങൾ എപ്പോഴും കുട്ടീനെ കുറ്റം കണ്ടുപിടിക്കുന്നതിന് പകരം ആദ്യം കുട്ടി ചെയ്ത നല്ല കാര്യങ്ങൾ ഞാൻ എല്ലാ കുട്ടികളും പറയാറുണ്ട്. കുട്ടിക്ക് 4 A ഗ്രേഡിൽ 3 Aയോ 1 B ആണെങ്കിൽ എനിക്ക് 3 A കിട്ടിയല്ലോ എന്നിട്ട് ഞാൻ എനിക്ക് 1 B കിട്ടിയേ നമുക്ക് നോക്കാതെ കുട്ടിയോട് ഒന്നിച്ചിരുന്ന് ചെയ്യാനേ പാടുള്ളൂ. ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ല. അതവരുടെ മുറിവുകളാണ് ഉണ്ടാക്കുക, അവരെ പഠനത്തെ ബാധിക്കും. ഓക്കെ, ഞാനിനി എന്റെ നന്ദിയിലേക്ക് കടക്കാം. ചുരുക്കി പറയുകയാണ്, നമ്മുടെ ഇന്നത്തെ ഒരു 103ാം വാർഷികാഘോഷവും പഠനോത്സവവും ഇന്നിവിടെ ഇത്തരത്തില് പകലാണെങ്കിൽ കൂടി കുറച്ച് നമ്മുടെ നാട്ടുകാർ എത്തിയിട്ടുണ്ട്. പിന്നെ രക്ഷിതാക്കളെ പരമാവധി അവരുടെ പിന്നെ കുട്ടികളുടെ പരിപാടി കാണാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ അതില് സ്വാഗതം പ്രസീ ടീച്ചർ, അധ്യക്ഷ വഹിച്ച അഖിൽ പി, ഉദ്ഘാടനം നിർവഹിച്ച അജേച്ചി, പിന്നെ എന്റെ വിതരണത്തിന് തയ്യാറായ സുമനസ്സുകളെ, പിന്നെ ടാലന്റ് സർച്ച് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ, ആശംസ അർപ്പിച്ച് സംസാരിച്ച നമ്മുടെ സ്കൂളിന്റെ വിദ്യാലയ സമിതി അംഗങ്ങളാണ് MPTA പ്രസിഡന്റ് സുഷമ, PTA വൈസ് പ്രസിഡന്റ് ജിൻഷ. ഒപ്പം ഇവർക്ക് ഈ ചടങ്ങിന് എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഒറ്റ കാര്യം നന്ദി പറയുകയാണ്, കൂടുതലൊന്നും വിശദീകരിക്കാനില്ല. കാരണം ഇവരെല്ലാം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ സ്കൂൾ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത്. ഓരോ പൂപ്പലിന്റെ വക്കിലെത്തിയെങ്കിലും ഇപ്പൊ കഴിഞ്ഞ വർഷം ഒരു കുട്ടിയാകുമ്പോ പിന്നെ ധനുദേവിന്റെ എല്ലിനെ പോലത്തെ സുമനസ്സുകളാണ് നമ്മുടെ ആ ക്ലാസ്സിനെ അവിടെ പിടിച്ചു നിർത്തുന്നത്. നമ്മളൊരു പോസ്റ്ററിന് ഒരു അധ്യാപകന്റെ പോസ്റ്റർ ഇടപ്പോ ഒരു 5-6ാം ക്ലാസ്സായി ചുരുങ്ങും. അപ്പൊ സ്കൂളിനെ നിലനിർത്തുന്നത് നിങ്ങളും ഈ നാട്ടിലെ നല്ലവരായ ഒരുപാട് വിദ്യാലയ സമിതി ഭാരവാഹികളും PTA പ്രസിഡന്റ് എടുത്തു പറയുന്നില്ല, ആഘോഷം തുടങ്ങി എല്ലാവരും സ്കൂളിൽ വേണം, നമ്മുടെ നാട്ടിലൊരു പൊതുസ്ഥാപനം വേണം എന്ന രീതിയിലാണ്. അപ്പൊ ഈ ഇതിലേക്ക് ഇത്രയും നന്നായിട്ട് ഇത് പകലാണെങ്കിൽ സംഘടിപ്പിക്കാൻ നമ്മളോട് സഹകരിച്ച എല്ലാവരുടെയും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. അതിനോടൊപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു സ്റ്റേജിന്റെ പിന്നെ ഇതെല്ലാം ഒരുക്കുന്നുണ്ട്, മൈക്ക് സെറ്റ് സ്റ്റേജിന്റെ സജ്ജീകരണങ്ങളൊക്കെ നമ്മൾ സ്കൂളിന് ചെയ്തു തരാം എന്ന് വാഗ്ദാനം ചെയ്ത് എല്ലാം ചെയ്തു തന്നിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. അപ്പൊ ഒരു കാര്യം